ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. എന്ത് വിളിച്ച എന്തൊക്കെയാണ് ചില മാധ്യമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങളാരെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരുന്നു? ആ പത്രങ്ങളൊക്കെ വന്ന രീതിയിലാണോ നിയമസഭയിൽ നടന്ന സംഭവം? ഞാൻ ചോദിച്ചതിന് മറുപടി പ്രതിഷേധിച്ചോട്ടെ. പ്രതിപക്ഷം അതല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവണ്ടേ? അതല്ല, പ്രതിപക്ഷത്തിൽ ഇത് സതുദ്ദേശപരമാണെങ്കിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവണ്ടേ? പ്രതിപക്ഷം തയ്യാറാവുന്നില്ലല്ലോ. ആദ്യം നോട്ടീസ് അതല്ല പറഞ്ഞ സമയത്ത് സർക്കാർ പറഞ്ഞു ഇത് കോടതിയുടെ പരിഗണനയിലാണ്, അങ്ങനെ പറഞ്ഞു തള്ളി. പിന്നീട് സർക്കാർ വാദം മുഴുവൻ എന്താ വെച്ചാൽ നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ പല സന്ദർഭങ്ങളും. നിയമസഭയിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പല സന്ദർഭങ്ങളും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം, അത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതാണ് പ്രശ്നമെങ്കിൽ വീണ്ടും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാം. എന്നിട്ട് ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഗവൺമെന്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ആലോചിച്ചത് വീണ്ടും അടിയന്തര പ്രമേയം ഈ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്രയധികം പ്രതിപക്ഷത്തു നിന്ന് കൊണ്ടുവന്ന പ്രമേയങ്ങൾ ചർച്ച ചെയ്തൊരു കാലമുണ്ടായിരുന്നു. ഈ സഭയിൽ തന്നെ 4 പ്രമേയങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ട് 4 പ്രമേയം ചർച്ച നടത്തി. 16 പ്രമേയങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. UDF കാലത്ത് എങ്ങനെയുണ്ടോ? നിയമസഭയിൽ വിഷയങ്ങൾ ജനങ്ങള് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ വസ്തുത എന്താണെന്ന് ജനങ്ങൾ അറിയണം. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പറയാനുള്ള കാര്യങ്ങൾ നിയമസഭയിൽ പറയാം. അത് ഒളിച്ചുവെക്കല്ലോ ചെയ്തത്, പറയാനുള്ള സന്ദർഭ സഭയിൽ ഉണ്ടാക്കില്ലേ ചെയ്തത്. അങ്ങനെയല്ലല്ലോ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. എന്ന് ആരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം, അതുപോലെ തന്നെ PP ചിത്തരഞ്ജന്റെ ഒരു പരാമർശം, അത് എങ്ങനെയാണ് ആ പരാമർശം? ഞാനത് കേട്ടിട്ടില്ല. ആ പരാമർശം ശരിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും. ഒരിക്കലും ഞാൻ പറയട്ടെ, ഒരിക്കലും മുഖ്യമന്ത്രിയോ ഞങ്ങൾ ആരെങ്കിലുമോ ഏതെങ്കിലും തരത്തിൽ ഒരു അധിക്ഷേപം ഇങ്ങനെ ഉന്നയിക്കുക എന്ന രീതി സ്വീകരിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ എല്ലാവരും അറിയാമല്ലോ. ഉന്നയിക്കപ്പെട്ട പ്രശ്നം എന്താണെന്നുള്ളത് അത് പരിശോധിച്ചെങ്കിലേ പറയാൻ കഴിയുള്ളൂ. അത് പരിശോധിച്ച് അധിക്ഷേപിക്കാൻ പാടില്ല. ഏത്? ഞാനത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞു. ചോദ്യം നിങ്ങൾ ചോദിക്കുക, ഉത്തരം ഞാൻ പറയാം. ഞാനിപ്പോൾ ദയവ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാതെ അതിൻ്റെ മേലെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് പരിശോധിച്ചോളുന്നില്ല. നിങ്ങൾക്കറിയില്ലേ സഭയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ നടക്കുന്നത് എന്നുള്ളത്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് പരിശോധിച്ച ശേഷം പറഞ്ഞു. ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെ നിങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനത് മുൻപിൽ എല്ലാം ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മറുപടി വ്യക്തമാകാത്തത് ഇപ്പം വ്യക്തമായില്ലെന്ന് കണക്കാക്കുന്നല്ല. ഇപ്പം വേറെ എന്ത് ചെയ്യാനാ? എങ്ങനെ എനിക്ക് മനസ്സിലായി? സംയുക്ത പ്രക്ഷോഭം പൗരത്വ ഇതാരോ കൊണ്ടുവച്ചതല്ലേ? ഞാനിത് എടുത്തിട്ടിങ്ങനെ സോറി ഇതാരത് വെച്ചത്? എന്താ പറ്റിയിട്ടുണ്ടാവും? ഞാനിത് പെന്നിന്റെ ടോപ്പാണെന്ന് വിചാരിച്ചിട്ട് എന്നെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇതായി പോയി അറിയാതെ.
അപ്പൊ ആ സമയത്ത് ന്യൂനപക്ഷ സംഘടനകളൊക്കെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അതിന്റെ ഉദ്ഘാടനത്തിലേക്കൊക്കെ വിശുദ്ധങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഈ ഗാസ പരിപാടിക്ക് അവരാരെയും ക്ഷണിക്കുന്നത് കണ്ടില്ല. കഴിഞ്ഞ ദിവസം നടന്നേ ക്ഷണിക്കണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, ക്ഷണിക്കാം. അല്ല, അതൊരു അവരെ ക്ഷണിക്കണമെന്നുള്ളൊരു അഭിപ്രായം എങ്ങനെ വന്നാൽ നമുക്ക് അതിന് ഭാവിയിലുള്ള പരിപാടിയെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഓരോ പരിപാടിക്ക് ക്ഷണിക്കുന്നതും ക്ഷണിക്കാതിരിക്കുന്നതിനും വ്യക്തമായ നിലപാടൊന്നുമില്ല. ഓരോ സന്ദർഭത്തിലും ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പ്രധാനം. ആ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചിട്ടാണ് സമീപനം. ഇവിടെ നമ്മൾ ഗാസ പ്രശ്നത്തിൽ നമ്മൾ കോഴിക്കോട്ട് വെച്ച പരിപാടി ഖത്തറിനെതിരായി ഏകപക്ഷീയമായ ആക്രമണം നടത്തി ഇസ്രായേൽ. ഇതൊരു നിസ്സാര സംഭവമല്ല, ഇതൊരു കുട്ടിക്കളിയല്ല. ആ ഗാസ പ്രശ്നത്തെ മതപരമായി ചിത്രീകരിക്കുന്നതിനും വർഗീയമായി ഉപയോഗിക്കുന്നതിനും ചില ശക്തികൾ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ മതനിരപേക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും മതസംഘടനകൾ വന്നു കഴിഞ്ഞാൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മതസംഘടനകളില്ലേ? മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മതസംഘടനകളുണ്ട്. മതസംഘടനകൾ ഇതിന് വ്യത്യസ്തമാണെന്നുള്ള അഭിപ്രായമല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഗാസ പ്രശ്നത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒരു ബേജാറില്ലേ? അമേരിക്കയാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയുള്ള പ്രശ്നം എത്ര നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുകയാണ്. ഭ്രൂണത്തിൽ പോലും മനുഷ്യനെ തകർത്ത് കളിയാണ്, ഇല്ലാതായി കളിയാണ്. അങ്ങനെയുള്ളൊരു വംശീയമായ ആക്രമണമാണ് ഈ പാലസ്തീൻ പ്രശ്നത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഖത്തറിന് കാരണം 4-5 ലക്ഷത്തോളം മലയാളികൾ ഖത്തറിൽ ജോലി ചെയ്യാണ്. ഖത്തറിന് നേരെ ഉയർന്നു വന്ന ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, നാളെ ഉയർത്തും. ഗാസ പ്രശ്നത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാടിനെതിരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ CPM സ്വീകരിച്ച നിലപാട് തന്നെയാണ്. അതുകൊണ്ട് അത്തരമൊരു സ്ഥിതിയിൽ ജനങ്ങളെ ഏകീകരിപ്പിക്കുകയാണ് ഒരു വിഷയത്തിൻ്റെ പേര്. അതിന് ആരെങ്കിലും വരുന്നതിനെ ഒരാളും ഞങ്ങൾ തടഞ്ഞിട്ടില്ല. പ്രത്യേകം ക്ഷണിക്കണോ വേണ്ടിയോ എന്നുള്ളത് അപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. അതേ ഈ ഗാസ പ്രശ്നത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. പൗരത്വ പ്രശ്നം പോലെ പൗരത്വത്തിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ വേറെ രീതിയിൽ നടപ്പിലാക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ വോട്ടർ പട്ടിക പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് മറ്റൊരു പതിപ്പാണ്. ബീഹാറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ലേ? അതൊക്കെയാണ് നോക്കേണ്ടത്. ശരി, അത് അത്ര മതി വിചാരിക്കും അല്ലേ? ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡ് എന്നുള്ളതല്ല, ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരണമല്ലോ. ഹൈക്കോടതി പറഞ്ഞ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് അന്വേഷണത്തിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഒരു നിയമവ്യവസ്ഥ പാലിക്കണം. പ്രത്യേകിച്ച് ഗവൺമെന്റ് ആകുമ്പോൾ നിയമവ്യവസ്ഥ പാലിക്കണ്ടേ? നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ലേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഒരു കുറ്റവാളിക്കെതിരായി, ഒരു കുറ്റത്തിനെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടണം. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇത്ര നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. രാമചന്ദ്രൻ ഒരു മന്ത്രിയായിരുന്ന ആളാണ്, പലതവണ MLA ആയിരുന്ന ആളാണ്. അന്ന് എക്സൈസ് മന്ത്രിയായിരുന്നു. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും എക്സൈസ് വകുപ്പിൽ കുഴപ്പം സംഭവിക്കാതെ അതിന്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ആ വകുപ്പിന്റെ മന്ത്രിക്കല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡിൽ 2019 നടന്ന കുഴപ്പങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തപ്പാട് മോഷണം അടക്കമുള്ള കാര്യങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ബോർഡിനോ അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ നടപടികൾ അല്ലെങ്കിൽ ദൈനംദിന അവരുടെ കൃത്യങ്ങളിൽ ഒരിക്കലും ഒരു ഗവൺമെന്റിനും ഇടപെടാൻ കഴിയുന്നതല്ല. അത് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ഉത്തരവാദിത്തം എന്താണ്? ഇപ്പൊ ശബരിമല എടുക്കാം. ശബരിമല തീർത്ഥാടനം നടക്കണം. ആ തീർത്ഥാടനം സുഗമമായി നടത്തണം. അതിനെന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യണം? അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഗവൺമെന്റാണ് ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത്. മറ്റ് ക്ഷേത്രവും ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡിനെയാണ് സ്വീകരിക്കുക. അപ്പം അതുകൊണ്ട് ആ ഒരു
ഒരു വ്യക്തത. ഈ പ്രശ്നത്തിൽ മന്ത്രി തന്നെ ഈ കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, എന്താണ് ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു നിലപാട് എടുത്തുകൊണ്ടാണ് മുമ്പോട്ട് വന്നത്. അല്ല, അത് ഈ അന്വേഷണത്തിലൂടെ വരുമല്ലോ. അന്വേഷണത്തിലൂടെ വരുമ്പം അതിന് മുമ്പ് ഈ അന്വേഷണം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നടപടിയിലേക്ക് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വസ്തുതാപരമല്ല. ഇതിന്റെ ആരെയും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കോടതി ഇക്കാര്യത്തിൽ കോടതിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? കോടതിയുടെ നിലപാട് എന്താണോ ആ നിലപാട് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അംഗീകരിക്കാം. ആ കോടതി നിലപാടിനനുസരിച്ച് തുടർ നിലപാട്, കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഒരു കൂട്ടർ പറയുന്നത് വേറെ അന്വേഷണം വേണമെന്നല്ലേ. അപ്പൊ കോടതി കൂടി സഹകരിച്ചുകൊണ്ടുള്ള അന്വേഷണ നടപടികൾ തുടരുക എന്നുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഗവൺമെന്റ് അത് നിയമസഭയിലും വ്യക്തമാക്കിയിട്ടുണ്ട്, ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കുന്നതും ഈ നിലപാട് തന്നെ. ഇതിനകത്ത് വിവാദം തുടങ്ങിയ സമയത്ത് എ പത്മകുമാർ പറഞ്ഞത് ഞങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ദേവസ്വം വിജിലൻസും കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്. ബേസിക്കലി ദേവസ്വം പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് അവിടെ ചെമ്പാണോ സ്വർണമാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബേസ് സാധനമല്ലേ. അതില്ലാതെ ഞങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പാണ്. ഇത് സ്വർണമാണോ ചെമ്പാണോ? സ്വർണം ആണ്, ചെമ്പല്ല സ്വർണമാണ് എന്നുള്ളതാണല്ലോ വാദം. യാഥാർത്ഥ്യം ആയിക്കോട്ടെ യാഥാർത്ഥ്യം. ഞാൻ ശബരിമലയിൽ പോയ ആളല്ല, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു സംശയം പോലെ പറഞ്ഞത്. അത് സാരല്ല, ആയിക്കോട്ടെ. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണായാലും ഉത്തരവാദിത്വം ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അന്വേഷണ നടപടിയിലൂടെ അതെല്ലാം പുറത്തു വരണം. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് പിന്നെ പരിശോധിക്കേണ്ട പ്രശ്നം. ഗവൺമെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അന്വേഷണ പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് ആര് കുറ്റവാളി, ആര് നിലപാടാണ് ശരി, ആര് നിലപാട് തെറ്റ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ടു പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണവും എന്നിൽ നിങ്ങൾ ദയവേത് കാര്യങ്ങൾ വരുമ്പോൾ സാധാരണമായി ഇപ്പൊ കോടതി ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങളുടെ തീരുമാനം എടുക്കും എന്ന് പറയുന്നതല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രീതി. ഇപ്പം റീസെന്റ് പല കോൺഗ്രസ് എംഎൽഎക്കെതിരെ സംഭവമുണ്ടായി. ഒരു റിട്ടേൺ ആ തരത്തിൽ പരാതി പോലും വന്നിട്ടില്ല. അതൊരു പൊളിറ്റിക്കൽ നിലപാടാണ്. അല്ല, കോടതി നിലപാട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ഇതിനോടുള്ള സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി പറഞ്ഞതിന് ശേഷം പറയാതെ മാത്രമല്ല, കോടതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിലപാടിന് സഹായകരമായ സമീപനം തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ അന്വേഷണം നടപ്പം കോടതിയാണല്ലോ അന്വേഷണത്തിൽ ആരെല്ലാം വേണമെന്നുള്ളത് നിശ്ചയിച്ചതുപോലും. ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കിടേഷ് അദ്ദേഹമാണ് നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ആ സംഘത്തിന് നേതൃത്വം നൽകുകയും ആ സംഘത്തിൽ അംഗങ്ങളുമായ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഉദ്യോഗസ്ഥയിൽ കഴിവ് പ്രകടിപ്പിച്ചവരാണ്. ശരിയായ തീരുമാനം തന്നെയാണ് എടുത്തത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഫലപ്രദമായി നടക്കും എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു നിലപാട് ഇപ്പൊ പറയുന്നത് ശരിയാണ്. ഈ ഘട്ടത്തിൽ അല്ല, പത്മകുമാറിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളല്ലേ പത്മകുമാറിന്റെ കാര്യം പറഞ്ഞത്. ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ആ വിഷയം ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇതെല്ലാം നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ ഈ പ്രശ്നത്തിൽ പ്രകടിപ്പിക്കുന്നില്ല. ശബരിമല ഇവിടെ വേറെ ഏതെങ്കിലും എടുക്കുന്നു. ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നതാണ് എല്ലാവരും പറയുന്നത്. പത്മകുമാറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, പത്മകുമാറിന് ധാർമ്മിക ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്
മറുപടി പറയുന്നത്. അല്ല, പത്മകുമാറിന് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏകപക്ഷീയമായി പറയാൻ പറ്റില്ല, പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും. അപ്പോൾ പരിശോധിക്കും. ഇതിൻ്റെ അകത്ത് പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങളും പരിശോധിക്കല്ലോ. പാർട്ടി പരിശോധിക്കും. അല്ല, പാർട്ടി പരിശോധിക്കേണ്ട കാര്യം പാർട്ടി തീരുമാനിക്കട്ടെ. നിൽക്കുന്നില്ല. ഞങ്ങളിപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു നിലപാട് ഈ അന്വേഷണം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിൽ ആര് കുറ്റം ചെയ്താലും ആ കുറ്റവാളികൾക്ക് എതിരായി കർശന നടപടി സ്വീകരിക്കാറുണ്ട്. ആ നിലപാടിലാണ് പാർട്ടിയും ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ആ നിലപാട് തന്നെയാണ്. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.